തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം തിരിച്ചടിയാകുമോ എന്ന ആശങ്കയിലാണ് കോൺഗ്രസ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി മാതൃക കാട്ടിയെന്നാണ് നേതൃത്വം എടുക്കുന്ന നിലപാട്. പക്ഷേ ഇത് മുഖം രക്ഷിക്കാനുള്ള നടപടി മാത്രമെന്ന വിമർശനം ഉയരുമ്പോൾ തെരഞ്ഞെടുപ്പിൽ ജനം എങ്ങനെ വിലയിരുത്തുമെന്ന ചോദ്യം കോൺഗ്രസിനെ കുഴയ്ക്കുകയാണ്. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് നമുക്കൊപ്പം ചേരുകയാണ്. ദിസ്ന, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം എന്തായാലും ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം നമുക്കറിയാം, ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കി മാതൃക കാണിച്ചു എന്നുള്ളതൊക്കെയാണ് കോൺഗ്രസിന്റെ നിലപാട് എന്നുള്ളതാണ്. വലിയ പ്രതിരോധത്തിലാണ് കോൺഗ്രസ്. നമ്മൾ കണ്ടതാണ് എങ്ങനെയൊക്കെ പുറത്താക്കി എന്നൊക്കെ പറഞ്ഞ് തടിയൂരാൻ ശ്രമിച്ചാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുന്നത് കോൺഗ്രസ് MLA ആയിട്ടാണ് എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധത്തിലാക്കുന്ന കാര്യം തന്നെയാണ്. എന്തായാലും ഈ അറസ്റ്റിന് മുൻപ് ഞങ്ങൾ പുറത്താക്കി എന്നത് മാത്രം പറഞ്ഞ് തൽക്കാലം തടി തപ്പാം എന്നുള്ളത് മാത്രമാണ് ഈ വിഷയത്തിലെ ഒരു ലൂപ്പ് ഹോൾ എന്ന് പറയാവുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇനി ഏതാനും ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ്. നാളെ കൊണ്ട് ഈ പരസ്യപ്രചാരണമൊക്കെ അങ്ങ് അവസാനിക്കും. ആ ഒരു സമയത്തും ഈ ഇടത് പക്ഷമായാലും BJP ആയാലും വലിയൊരു വാളാണ് അവർക്ക് മുന്നിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുക്കി കൊടുത്തത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കോൺഗ്രസിനെ എങ്ങനെയൊക്കെ തിരിച്ചടിക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടി വരും. അല്ലെങ്കിലേ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ കോൺഗ്രസിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഈ തിരുവനന്തപുരത്തെയൊക്കെ സ്ഥിതി പരിശോധിച്ചാൽ പ്രതിപക്ഷത്തുമല്ല, മൂന്നാമത്തെ കക്ഷിയാണ്. പക്ഷേ അവർ ഭരണം പിടിക്കും എന്നൊക്കെയുള്ള വലിയ അവകാശവാദങ്ങളുമായി മുന്നിൽ നിൽക്കുന്നതിനിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വലിയ തിരിച്ചടിയാകുന്നത് എന്നുള്ളതാണ്. നമുക്ക് ദിസ്ന സുരേഷിലേക്ക് പോകാം. ദിസ്ന, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം തിരിച്ചടിയാകുമോ എന്നുള്ള ഒരു ആശങ്ക കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുന്നിൽ ഉണ്ട്. എങ്ങനെയാണ് നിലവിലത്തെ സാഹചര്യം? കോൺഗ്രസ് എങ്ങനെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഹുൽ വിഷയം തിരിച്ചടിയാകുമോ ദിസ്ന? തീർച്ചയായും രാഗി സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോൺഗ്രസിന്റെ ഉള്ളിൽ വലിയൊരു വിഭാഗീയതയുണ്ട് എന്ന് തന്നെയാണ്. ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ ആദ്യഘട്ടം മുതൽ നമുക്കറിയാം, ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ തന്നെ റീൽസ് ഇട്ട്, അതായത് മുതിർന്ന നേതാക്കളെ പരിഗണിക്കാതെ റീൽസ് ഇട്ട് വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ഷോ ഓഫ് നടത്തുന്നു എന്നൊരു വിമർശനമൊക്കെ ഷാഫിക്കും രാഹുലിനും ഒക്കെ എതിരെ മുതിർന്ന നേതാക്കൾ പരസ്യമായി ഇത്തരത്തിൽ പ്രസ്താവനയുമായി രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ അവിടെ നിന്ന് തുടങ്ങിയ തർക്കങ്ങൾ പിന്നീട് വലിയ രീതിയിൽ കോൺഗ്രസിന്റെ ഇടങ്ങളിൽ ഗ്രൂപ്പുകളിലൊക്കെ തന്നെയും പ്രചരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട പരാതിയുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ഭിന്നാഭിപ്രായങ്ങൾ തന്നെയാണ് കോൺഗ്രസിൽ ഉള്ളത് എന്ന് തന്നെയാണ്. ഇതെന്തായാലും തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കുമെന്നൊരു നിഗമനത്തിൽ തന്നെയാണ് കോൺഗ്രസ് എത്തിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ പരാതി വന്ന സമയത്ത് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തി എന്ന് ആരോപിച്ചാൽ പിന്നീട് നമ്മൾ കണ്ടത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സജീവമായ രാഷ്ട്രീയ രംഗത്തിറങ്ങുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ തന്നെയാണ്. അതൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ തന്നെയും പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, മുതിർന്ന നേതാക്കന്മാരൊക്കെ തന്നെയും പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു. രാഹുലിന്റെ ഇടത്ത്, അതായത് രാഹുൽ വിജയിച്ചു കയറിയ സ്ഥലത്താണ് ഇത്തരത്തിൽ പ്രചാരണം നടത്തുന്നത് എന്നുൾപ്പെടെയുള്ള ന്യായീകരണവുമായി വന്ന നേതാക്കന്മാരൊക്കെ തന്നെയും ഒന്നും പറയാതെ മൗനമായി മാറി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പിന്നീട് ഈ കേസ് മാറി എന്നത് തന്നെയാണ് രാഗി ഏറ്റവും എടുത്തു പറയേണ്ടത്. പ്രധാനമായും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇത് എങ്ങനെ പ്രതിഫലിക്കുമെന്നത് തന്നെയാണ്. കാരണം ഓഡിയോ ചാറ്റുകളും ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ പുറത്തു വന്ന പശ്ചാത്തലത്തിലാണ് പാർട്ടി ഇതിനെ വലിയ രീതിയിൽ ഭയപ്പെടുന്നത് എന്ന് തന്നെയാണ്. പിന്നീട് ഏറെ സമയമെടുത്തു ഇത്തരത്തിൽ രാഹുലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുവാനും ഉള്ളത് എന്ന് നമ്മൾ കണ്ടതാണ്. എന്തായാലും പാർട്ടിക്കുള്ളിൽ വലിയ ഭിന്നാഭിപ്രായങ്ങൾ രൂപപ്പെടുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ ശക്തമായ നടപടി എടുക്കണം എന്നൊരു കാര്യം ഹൈക്കമാൻഡിൽ ഉൾപ്പെടെ ചർച്ചയായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സംരക്ഷണം രാഹുൽ മാങ്കൂട്ടത്തിന് നൽകിയ എന്നൊരു ചോദ്യം തന്നെയാണ് ഉയർന്നു വരുന്നത്. അതോടൊപ്പം തന്നെ ഈ മുതിർന്ന നേതാക്കന്മാരെ പരിഗണിക്കാതെ വലിയ രീതിയിൽ യുവജനങ്ങൾ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ അവരുടെ പ്രാമുഖ്യത്തിന്, അതായത് വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിൽ റീൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇടുന്നതിലൊക്കെ തന്നെയും വലിയ വിഭാഗീയത ഉടലെടുത്തിട്ടുണ്ട്. എന്തായാലും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം തിരിച്ചടിയാവും എന്നൊരു നിഗമനത്തിൽ തന്നെ കോൺഗ്രസ് എത്തുന്നു. അതേസമയം മറുപക്ഷത്ത് സ്വർണ്ണക്കൊള്ളയെ മുൻനിർത്തി സാധാരണക്കാരായ ജനങ്ങളിൽ ഒരു ഭക്തി അല്ലെങ്കിൽ ഭക്തരെ രക്ഷിക്കുന്നു എന്ന രീതിയിൽ ശ്രമിച്ചുകൊണ്ട് വലിയ രീതിയിൽ വോട്ട് തേടുവാനുള്ളൊരു ശ്രമവും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. രാഗി, ശരി ദിസ്ന, എന്തായാലും
കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കുമോ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം എന്നുള്ളത് തന്നെയാണ് ആകെ ടെൻഷൻ പിടിച്ച കാര്യമാണ്. ടെൻഷൻ പിടിച്ച ദിവസങ്ങളിലൂടെയാണ് കോൺഗ്രസ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും പുറം മെയിന് നടിക്കുന്നതിന് ഒരു കുറവുമില്ല എന്നുള്ളതും നമുക്ക് അറിയാവുന്ന വസ്തുത തന്നെയാണ്.